ഹലോ ഫോക്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇതൊരു പെട്ടെന്ന് തീരുമാനിച്ചൊരു വ്ളോഗാണ്. ഞാനൊരു ഷൂട്ടിന് പോവാണ്. അതും പെട്ടെന്നാണ് അവർ വിളിച്ചത്. അതായത് ഇന്നലെ ഉച്ചക്കാണ് അവർ എന്നോട് വിളിച്ച് ചോദിക്കുന്നത്, ഉച്ചയ്ക്ക് ശേഷം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. ഞാൻ സൺഡേക്ക് ഫ്രീ ആണോ ചോദിച്ചു, അതായത് നാളെ ഫ്രീ ആണോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ എൻ്റെ ട്രെയിൻ വിത്തിൻ 1 hour ആണ്. ഞാനാണെങ്കിൽ കുളിച്ചിട്ടില്ല, പാക്കും ചെയ്തിട്ടില്ല, ഫുഡും കഴിച്ചിട്ടില്ല. സോ അങ്ങനെ എല്ലാം ഫുൾ ഹറിബറി ആയിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും ഒരു പെട്ടെന്നൊരു ബ്ലോഗ് തട്ടിക്കൂട്ടി ഒപ്പിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഞാൻ കുറച്ച് കാലമായി ബ്ലോഗ് ചെയ്തിട്ട്. ഡ്രസ്സൊന്നും അലക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കൈ കൊണ്ട് തന്നെ വാഷ് ചെയ്തെടുത്തു. അപ്പോൾ കംപ്ലീറ്റ്ലി ഉണങ്ങിയിട്ടില്ല ആക്ച്വലി. എന്നാലും അത്ഭുതം തന്നെ. അതൊരു 10 മിനിറ്റ് മുമ്പ് ഇട്ടിട്ടേ ഉള്ളൂ. ഇത് ഓൾമോസ്റ്റ് ഉണങ്ങി. ജസ്റ്റ് ഒരു ഈർപ്പുണ്ടെന്നേ ഉള്ളൂ. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇത് നല്ല വൃത്തിക്ക് ഉണങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് മുടിയും താടിയൊന്നും ജസ്റ്റ് വെട്ടിയിട്ട് വന്നുള്ളൂ. മുടിയല്ല, ജസ്റ്റ് താടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഷേപ്പാക്കി. ജസ്റ്റ് ബിക്കോസ് ഷൂട്ട് ആയതുകൊണ്ട് അവർക്ക് ഫേസിന് ഷാർപ്നെസ് വേണ്ടി വരും. അപ്പം അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അത് ചെയ്തിട്ട് വന്നു. യെസ്. സോ ഇനി പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് പോകേണ്ട പരിപാടി നോക്കണം. കഴിക്കാം, ഭക്ഷണം കഴിക്കാം. പൊതുവേ ഞാൻ ലാസ്റ്റ് മിനിറ്റിലാണ് സ്റ്റേഷനിലെത്താറ്. പക്ഷെ ഇന്ന് നേരത്തെ എത്തി. ഒരു 10-15 മിനിറ്റ് പോസ്റ്റായി. ഷൊർണൂർ എത്തിയപ്പോൾ ബിസ്ക്കറ്റും വെള്ളവും വാങ്ങാൻ ഇറങ്ങി. അങ്ങനെ ഫൈനലി പാലക്കാട് എത്തി. റെയിൽവേ സ്റ്റേഷനിൽ പിക്ക് ചെയ്യാനായിട്ട് എൻ്റെ ഫ്രണ്ട് നിഖിലാണ് വരുന്നത്. ഞാനിന്ന് അവൻ്റെ വീട്ടിലാണ് സ്റ്റേ. ഇവിടെ ഹെൽമെറ്റ് വരെ എന്തായാലും പിന്നെ ഇവരെല്ലാവരും കാണും. ഞാൻ യൂട്യൂബിലിടുന്നത് യൂട്യൂബ് ബ്ലോഗ്. എന്താടാ ഇത് ചോദിച്ചോ, നാണം വരുന്നവന്. അപ്പം അങ്ങനെ ഞാൻ നിഖിലിൻ്റെ വീട്ടിലേക്ക് എത്തി. ഞാൻ നിഖിലിൻ്റെ വീട്ടിലേക്ക് വരുന്ന കാര്യം ബ്ലോഗിന് മുമ്പ് പറഞ്ഞിട്ടില്ല. അത് അവിടെ നിന്ന് പറയാൻ വിട്ടുപോയി. എന്നെ അറിയില്ലല്ലോ. ഇല്ല, എൻ്റെ ഫ്രണ്ട് നിഖിൽ പാലക്കാടത്തെ വലിയ മെയിനാണ്. ഇത് കുറച്ച് ഗുണ്ട ലുക്കൊക്കെയാണ് ആക്ച്വലി, മീശൊക്കെ വെച്ചിട്ട്. ഇപ്പോൾ കുറച്ച് ക്യൂട്ട് പൂക്കി പോയ ആയതാണ്. ഒരു ചേഞ്ച്. അപ്പോൾ ഇവിടെ വന്ന് നടന്നീണ്ടി സർവത്ത് കുടിച്ചു. ഇപ്പോൾ നമ്മൾ ജിമ്മിലേക്ക് പോവാണ് നിഖിലിൻ്റെ കൂടെ. നിഖിൽ ട്രെയിൻ ചെയ്തൊക്കെയാണ് പറഞ്ഞത്. ഷോൾഡർ ആൻഡ് ലെഗ് അല്ലേ, അടിച്ചു പൊളിക്കാം. ഇവിടെ ചൂട് ഇതിപ്പോൾ ഒന്ന് കുറവാണ്, മഴ പെയ്ത കാരണം. ഞാൻ വന്നത് പ്രമാണിച്ച് ഇവിടെ മഴയൊക്കെ പെയ്തു, വെൽക്കം പോലെ. അതിൻ്റെ കുറവ്, ഇത് നിന്റെ കുറവുള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ ഷൂട്ട് നാളെ രാവിലെ ഇവിടുന്ന് നിഖിലിൻ്റെ വണ്ടി എടുത്ത് ഞാൻ പോവും. ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ടല്ലേ, 40 കിലോമീറ്റർ നാളെ റൈഡാവും വെയിലത്ത്. പിന്നെ നാളത്തെ വ്ളോഗിൽ കാണാം. അപ്പോൾ അല്ല, ജിമ്മിന്ന് കാണാം. ജിമ്മിലേക്ക് ഏതായാലും കുറച്ച് ക്ലിപ്സ് എടുക്കാം. ജിമ്മ് കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകുന്നതും നല്ല എടുക്കാം. ഫസ്റ്റ് നമ്മൾ സ്ക്വാട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് വർക്കൗട്ട് വാക്കിംഗ് ലഞ്ചസ് ആണ്. തേർഡ് വർക്കൗട്ടായിട്ട് നമ്മൾ ചെയ്തത് ലെഗ് പ്രസ് ആണ്. അങ്ങനെ കാഫ് റൈസും ചെയ്ത് ലെഗിൻ്റെ വർക്കൗട്ട് ഫിനിഷ് ചെയ്തു. ഷോൾഡറിന് നമ്മൾ ഫസ്റ്റ് ഷോൾഡർ പ്രസ് ചെയ്തു. അത് കഴിഞ്ഞ് സൈഡ് റൈസസ് ആണ് ചെയ്തത്. ഞാൻ പൊതുവെ ഇത്ര ഹെവി ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഫോം ശരിയില്ലാത്തത്. റെയർ ഡെൽറ്റിന് റെയർ ഡെൽറ്റ് ഫ്ലൈസും ചെയ്ത് സ്ട്രെക്സും ചെയ്ത് നമ്മൾ ഇന്നത്തെ വർക്കൗട്ട് ഫിനിഷ് ചെയ്തു. ഹെവി വർക്കൗട്ട് കഴിഞ്ഞിട്ട് നല്ല ഫുഡ് അടിക്കുമ്പോഴുള്ള സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാണ്. നമ്മൾ നല്ലൊരു ഷവായി അങ്ങോട്ട് കയറ്റി. ഹാഫാണ് പറഞ്ഞത്, പക്ഷേ നമ്മൾ രണ്ടുപേരും നല്ല പോളിംഗ് ആയതുകൊണ്ട് ഒരു ഹാഫും കൂടെ പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ ഒരു കോമൺ ഫ്രണ്ടായ നിജാസ് വിളിക്കുന്നത്. ഫുഡ് വന്ന തിരക്കിൽ അവനെ വല്ല മൈൻഡാക്കാൻ പറ്റിയില്ല. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഷൂട്ടുള്ളത് കൊണ്ട് രാവിലെ തന്നെ എണീച്ചു. ഷൂട്ടിൻ്റെ ടൈം ആവുന്നുള്ളൂ, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. വെയിലത്ത് വണ്ടി ഓടിച്ച് പോകാനുള്ളതുകൊണ്ട് സജ്ജീകരണങ്ങൾ കുറച്ച് കൂടുതലാണ്. എന്തിട്ടാലും ഞാൻ ടാൻ അടിക്കും, പക്ഷേ ഇടുന്നതിനൊരു കുറവുമില്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബിൽഡപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. കഴിഞ്ഞില്ല. ക്യാമറമാൻ്റെ ബ്രില്യൻസ് കാണിക്കാൻ വേണ്ടി അവൻ ഒരു ഷോട്ടും കൂടി എടുത്തു. എന്തായാലും ഇരിക്കട്ടെ. അങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എത്തി. ഇത് ആക്ച്വലി വിവോൻ്റെ ഷൂട്ടാണ്. വിവോൻ്റെ ഒരു പുതിയ മോഡൽ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഷൂട്ടാണിത്. ഇതാണ് എൻ്റെ ഷൂട്ടിൻ്റെ കോസ്റ്റ്യൂം. ഇന്നത്തെ ഷൂട്ടിൻ്റെ തീം ക്രിക്കറ്റ് ബേസ്ഡ് ആണ്. എനിക്ക് ക്രിക്കറ്റിൽ വലിയ താല്പര്യമില്ലെങ്കിലും ഷൂട്ടായതുകൊണ്ട് താല്പര്യം കാണിച്ചേ പറ്റുള്ളൂ. അങ്ങനെ 1-2 മണിക്കൂർ പാലക്കാടൻ വെയിലും കൊണ്ട് കരിഞ്ഞുണങ്ങി നമ്മൾ ഔട്ട്ഡോർ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ നമ്മളെല്ലാവരും സർബത്തൊക്കെ കുടിച്ച് ഇൻഡോർ ഷൂട്ടിനായിട്ട് പോയി. ഇൻഡോർ ഷൂട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.